ഗായ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾ ഇന്ന് ഇവിടെ കഴക്കൂട്ടത്തെ മേനംകുളം ഭാഗത്തുള്ള സെൻറ്റ് ആൻഡ്രൂസ് ബീച്ച് വരെ ഒന്ന് വന്നതാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും ഫാമിലി ആയിട്ടൊക്കെ ഇടയ്ക്ക് ബീച്ചിലൊക്കെ പോകാറുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതുവരെ ബീച്ചിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് 3 പേരും കൂടെ ഇന്ന് ഇറങ്ങിക്കാണ്. 3 പേര് മാത്രമല്ല, കുട്ടി മാധവും നിലയും കിച്ചുവും കൂടെ ഉണ്ട്. കുട്ടികളായിട്ടും കുട്ടിത്തം മാറാത്ത കുട്ടികളെ കാണുക ഗൈസ്. ഈ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഫ്രൈഡേ ഈവനിങ് ആണ് ഭയങ്കര സന്തോഷമുള്ളൊരു സമയം അല്ലേ? പിന്നെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം സാറ്റർഡേ സൺഡേ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്പീഡിൽ പോവും. സൺഡേ പിന്നെ പറയണ്ട, അയ്യോ ഭയങ്കര ശോകമാണ്. പിറ്റേന്ന് രാവിലെ എണീക്കണം, പിന്നെയും പഴയ റുട്ടീൻ തുടങ്ങുമല്ലോ എന്നുള്ള ഭയങ്കര ചിന്തകളാണ് സൺഡേയിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ തന്നെ, അതും ആ ഫ്രൈഡേ ഈവനിങ്. പിന്നെ ഇതൊരു എനർജി ബൂസ്റ്റ് കൂടിയാണ്. ഇവരെ ഒന്ന് കാണുന്നതും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നതും. ഫുൾ നമ്മൾ വീട്ടിൻ്റെ അകത്തൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വീക്കെൻഡ് പുറത്ത് വന്ന് എവിടെയെങ്കിലുമൊക്കെ, ഇന്ന സ്ഥലത്തൊന്നൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നിടത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവുക, കുറച്ച് ചളിയൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുക. ഇനിയിപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ കഴക്കൂട്ടത്തുള്ള അൽസാജിലോട്ടൊന്ന് വന്നേക്കാണ്. ഇവിടെ ഇപ്പോൾ ഫുൾ റെനോവേറ്റ് ചെയ്ത് പഴയ ലുക്കൊന്നും അല്ല കേട്ടോ. പണ്ട് ഇവിടെ ഇങ്ങനെ വെളിയിൽ ഹട്ടൊക്കെ ആയിരുന്നു, ചെറിയ ചെറിയ. അപ്പോൾ നമ്മൾ വരുമ്പോൾ പുറത്ത് അങ്ങനെ അവിടെ തന്നെ ഇരുന്നായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നത്. ഇപ്പം അതൊക്കെ മാറ്റി. അപ്പോൾ ഇനിയിപ്പോൾ അകത്ത് പോയിരുന്ന് കഴിക്കാം. എന്താ വേണ്ടേ? പൊറോട്ട, ബീഫ് വേണം. പൊറോട്ട ബീഫ്. കിച്ചണെന്താ? പൊറോട്ട, ചപ്പാത്തി ഉണ്ടോ? ചപ്പാത്തി മതിയോ? ചപ്പാത്തി മുട്ടക്കറി. എന്റെ പൊറോട്ട എടുക്കാൻ വരരുത്. പക്ഷെ കിച്ചു പറഞ്ഞ മുട്ടക്കറി അവിടെ നോട്ട് അവൈലബിൾ. സോ ഞങ്ങൾ പിന്നെ ഡിസിഷൻ മാറ്റി പൊറോട്ടയും ബീഫും ചിക്കനും ഒക്കെ തന്നെ ഓർഡർ ചെയ്ത് ഫുഡടി തുടങ്ങി. എന്നോട് ചാറ്റൊന്നും പറയാൻ അല്ലേ മധു? ഹായ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു വ്ലോഗുമായിട്ട് വരുന്നത് വരയ്ക്കും